യേശു നിനക്ക് വേണ്ടിയാണ് മരിച്ചത്. സ്വജീവിതം തൃപ്തികരമല്ലെന്ന് തോന്നി ജീവിതം മടുത്തു കഴിയുമ്പോഴാണ് ജീവിച്ചിട്ട് എന്ത് കാര്യം എന്ന തോന്നലുണ്ടാകുന്നത്. അർത്ഥമില്ലാത്ത ജീവിതം കൊണ്ട് എന്ത് പ്രയോജനം? തൃപ്തിയില്ലാത്ത മനസ്സിൽ തോരാത്ത തേങ്ങലുകൾ, ആർദ്രതയും കനിവും അറ്റുപോകുന്ന മനോഭാവം, ഓരോ ഏങ്ങലിലും കാട് കയറി വരുന്ന ചിന്തകൾ. ഇത്തരുണത്തിൽ മനുഷ്യൻ്റെ ജീവിതം ഒരു ശ്വാസത്തിൻ്റെ വരികൾ എഴുതി അവസാനിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. തിങ്ങിവിങ്ങുന്ന നൊമ്പരങ്ങൾ പങ്കുവയ്ക്കുവാൻ വിശ്വസ്ത ഹൃദയങ്ങളെ ലഭിക്കാത്ത ഈ ലോകത്തിൽ ഉള്ളിൽ വെന്തുനീറി അഗ്നിപർവ്വതം പോലെ പുകഞ്ഞ് ആരോരും അറിയാത്ത സന്ദർഭത്തിൽ ജീവിതം പൊട്ടിത്തെറിച്ച് അവസാനിക്കുന്നു. ആത്മഹത്യ ഒളിച്ചോട്ടമാണ്, ഒരിക്കലും അത് പ്രശ്നപരിഹാരമല്ല. യേശു ജീവിതം മടുത്തു മരിച്ചവനല്ല. നാം ജീവിക്കുവാൻ വേണ്ടിയാണ് യേശു മരിച്ചത്. രക്തത്തിലാണ് ജീവൻ അടങ്ങിയിരിക്കുന്നതെന്ന് തിരുവെഴുത്തിൽ കാണുന്നു. തൻ്റെ ചങ്കിലെ ഒടുവിലത്തെ തുള്ളി രക്തം വരെ ആ നിഷ്കളങ്ക ഹൃദയത്തിൽ നിന്നും ലോകത്തിനു വേണ്ടി വാർന്നൊഴുവാൻ അനുവദിച്ചു. യെരുശലേമിൽ യഹൂദന്മാർ കൊന്ന യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കുമെന്ന് താങ്കൾ ഒരുപക്ഷെ ചോദിച്ചേക്കാം. സൂര്യൻ ഉദിക്കുന്നത് ഒരു വ്യക്തിക്ക് വേണ്ടിയല്ല, പ്രപഞ്ചത്തിന് മുഴുവൻ വേണ്ടിയാണ്. നീതിസൂര്യനായ യേശുവിൻ്റെ തേജസ് താങ്കളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഉദയം ചെയ്യുമ്പോൾ അറിയാതെ ഇങ്ങനെ പറയും, യേശു എനിക്ക് വേണ്ടിയാണ് മരിച്ചത്. യേശു മരിച്ചത് താങ്കൾക്ക് വേണ്ടിയാണ്. നീ യേശുവിന് വേണ്ടി ജീവിച്ചാൽ നിനക്ക് വേണ്ടതെല്ലാം അവങ്കിൽ നിന്ന് ലഭിക്കും. ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, ഇവ മൂന്നും ജീവനുള്ളിടത്തോളം ജീവിക്കുവാൻ ആവശ്യമാണ്. യേശുവിനെ അനുഗമിച്ച ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു, എന്തു തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കും? കുരുകിലിനെയും പറവയെയും താമരയും സാക്ഷി നിർത്തി ഭക്ഷണത്തിനും പാർപ്പിടത്തിനും ദാഹജലത്തിനും യേശു ഉറപ്പുകൊടുത്തു. സ്നേഹിക്കുന്ന പിതാവിനോട് മകൻ അപ്പവും മീനും മുട്ടയും ആവശ്യപ്പെട്ടാൽ പാമ്പിനെയും കല്ലിനെയും തേളിനെയും കൊടുക്കുകയില്ലെന്ന് ഉപമയോടെ ഉദ്ധരിച്ചതിനാൽ പോഷകാംശമടങ്ങിയ ആഹാരം മനുഷ്യന് ആവശ്യമാണെന്ന് യേശു ഉറപ്പു തന്നിരിക്കുന്നു. ഇങ്ങനെ ലൗകിക ജീവിതത്തിലെ ആവശ്യങ്ങളെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്തുവാൻ കഴിയുന്നവനാണ് യേശു. ഇല്ലായ്മയിൽ അടുത്തു ചെല്ലുന്നു, സമൃദ്ധിയിൽ പറഞ്ഞുവിടുന്നു. ഒഴിഞ്ഞ കൈയോടെ ചെല്ലുന്നു, നിറഞ്ഞ കൈയോടെ മടക്കി അയക്കുന്നു. ക്ഷീണിച്ചും തളർന്നും ചെല്ലുന്നു, അവൻ തൃപ്തി വരുത്തി വിടുന്നു. കട്ടിലിൽ ചുമന്നുകൊണ്ട് ചെല്ലുന്നു, രോഗി കിടക്കയെടുത്ത് മടങ്ങിപ്പോകുന്നു. വൈദ്യന്മാർ കൈയൊഴിയുന്നു, യേശുവിൻ്റെ കരം ജീവിപ്പിക്കുന്നു. അന്ത്യനിമിഷത്തിൻ്റെ വിധി വൈദ്യന്മാർ എഴുതുന്നു, അവനോ ദീർഘായുസ് നൽകുന്നു. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും എന്നുള്ള ആ വലിയ വാഗ്ദത്തം നല്ല ഇടയനായ യേശുവിന് വിധേയപ്പെട്ടു പോകുന്ന സകല കുഞ്ഞാടുകൾക്കുമുള്ളതാണ്. ഈ യേശുവിൻ്റെ പ്രത്യേകത നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മെ നിറയ്ക്കുവാൻ ശക്തിയുള്ളവനാണ്. ആകയാൽ നീ യേശുവിന് വേണ്ടി ജീവിക്കൂ. നിനക്ക് വേണ്ടതെല്ലാം അവങ്കിൽ നിന്ന് ലഭിക്കും, കൂടാതെ നിത്യജീവനെയും. ഭക്തർക്കൊരുക്കുന്ന വലിയ നന്മ, ഗുപ്തമായുള്ള വലിയ നന്മ, ഭക്തർക്കൊരുക്കുന്ന വലിയ നന്മ, ഗുപ്തമായുള്ള വലിയ നന്മ, കണ്ണു കണ്ടിട്ടില്ലാരും കേട്ടിട്ടില്ല, ഒരു ഹൃദയവും അറിയില്ല. കണ്ണു കണ്ടിട്ടില്ലാരും കേട്ടിട്ടില്ല, ഒരു ഹൃദയവും അറിയില്ല. യേശു തരുന്ന സമാധാനം നിത്യമാണ്. അതെടുത്തു കളയുവാൻ ആർക്കും കഴിയുകയില്ല. നിലനിൽപ്പില്ലാത്ത ഈ ലോകത്തിൽ നിന്നും സമാധാനത്തിൻ്റെ പേരിൽ ലഭിക്കുന്നതെല്ലാം അല്പനേരത്തേക്ക് മാത്രം. സമാധാനത്തിനായി വില കൊടുത്ത് വാങ്ങുന്നത് പലതിലും ഒളിഞ്ഞിരിക്കുന്നത് അസ്വസ്ഥതകളും പ്രശ്നങ്ങളുമാണ്. ഈ ലോകത്തിൽ നിന്ന് കിട്ടുന്ന സമാധാനം സന്തോഷത്തിൻ്റെ പുറംകവറിൽ വരുന്നതും വേദനയുടെ പെട്ടിയിൽ മറയുന്നതുമാണ്. സമാധാനത്തിൻ്റെ പേരിൽ നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കർണവർണ്ണ കാഴ്ചകളും ഇമ്പശബ്ദങ്ങളും ക്ഷണനേരത്തേക്ക് മാത്രം. വസ്ത്രത്തിനോ ചലച്ചിത്രങ്ങൾക്കോ മദ്യത്തിനോ ലഹരി വിനോദങ്ങൾക്കോ ദുർമാർഗശാലയ്ക്കോ മറ്റ് യാതൊന്നിനും ഒരു ഹൃദയം ദാഹിക്കുന്ന സമാധാനത്തിൻ്റെ അളവ് ദർശിക്കാനോ പൂർണ്ണമായി തൃപ്തിപ്പെടുത്തുവാനോ കഴിയുകയില്ല. എന്നാൽ നമ്മുടെ സൃഷ്ടാവിനോ നമ്മുടെ ഹൃദയത്തിൻ്റെ അറയിലെ ശൂന്യത തിരിച്ചറിയാൻ കഴിയും. സമാധാനത്തിന് വില കൊടുത്ത് മനുഷ്യൻ അസ്വസ്ഥനായി വിഷണ്ണ മനസ്സോടെ തളർന്നു വീഴുമ്പോൾ ക്രൂശിതനായ ക്രിസ്തു ആർക്കും ഒരു നാളും എടുത്തു കളയാൻ കഴിയാത്ത നിത്യസമാധാനം സൗജന്യമായി നൽകി എഴുന്നേൽപ്പിക്കുന്നു. ആ നിത്യസമാധാനത്തിനുള്ളിൽ മറഞ്ഞിരിക്കുന്നതോ
നിത്യസന്തോഷവും നിത്യജീവനുമാണ്. അതെ, യേശു തരുന്ന സമാധാനം നിത്യമാണ്. അതെടുത്തു കളയുവാൻ ആർക്കും ഒരു നാളും കഴിയുകയില്ല.